ഹായ്, വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റീകൺസൈൽ അക്കൗണ്ട്സ്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റീകൺസിലേഷൻ. പലപ്പോഴും നമുക്കൊരു അക്കൗണ്ട് റീകൺസിലേഷൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. നമ്മൾ എക്സാമ്പിൾ കസ്റ്റമർ അക്കൗണ്ടൊക്കെ റീകൺസിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പർച്ചേസ് എമൗണ്ടും കളക്ഷൻ എമൗണ്ടും നമ്മൾ മാച്ചിങ് ഉണ്ടാവില്ല. കളക്ഷൻ പലപ്പോഴും 3-4 ഗഡുവൊക്കെ ആയിട്ട് തരിക. ഇങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടും അതുപോലെ ഏതൊക്കെ കസ്റ്റമർ അക്കൗണ്ടാണ് നമുക്ക് പെൻഡിങ് ഉള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ റീകൺസിലേഷൻ നടത്താറുണ്ട്. ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമുക്കൂടെ ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കാം ഫോർമുലേഴ്സ് വഴി. ഞാൻ ഇപ്പോൾ ഒരു കസ്റ്റമർ അക്കൗണ്ട് കോപ്പി ചെയ്ത് ഒരു ജി കോളത്തിൽ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ച് ഡാറ്റയിൽ വന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യണം. കാരണം ഇത് പലപ്പോഴും ആയിട്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ടാവും. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം കസ്റ്റമർ അക്കൗണ്ട് കാണാം, 1 2 3 4 5 അക്കൗണ്ട് നമ്പർ കാണാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിന് നെയിം റേഞ്ചസ് ഉണ്ടാക്കുകയാണ് ഫോർമുല വർക്ക് ചെയ്യാൻ വേണ്ടി. ഫോർമുലാസിൽ വന്ന് നെയിം മാനേജർ ഓപ്ഷൻ വന്ന് ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ ടോപ്പ് റോസ് ക്ലിക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് നെയിം മാനേജറായിട്ട് ഡേറ്റ് കസ്റ്റമർ എമൗണ്ട് ആ കസ്റ്റമർ ടൈപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമർ അക്കൗണ്ട് ഫുൾ സെലക്ട് ചെയ്യും. ഇവിടെ ഞാൻ ഒരു സബ്മിറ്റ് ഫോർമുല ഉപയോഗിക്കുകയാണ്. സബ്മിറ്റ് ഫോർമുല ഉപയോഗിച്ച് കസ്റ്റമറിനെ സെലക്ട് ചെയ്യുക, കോമ കസ്റ്റമർ ക്രൈറ്റീരിയന് കസ്റ്റമർ 1 സെലക്ട് ചെയ്തു, G6, കോമ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്മിറ്റ് ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് വെച്ചാൽ നമുക്ക് ആ അക്കൗണ്ട് ആ കസ്റ്റമർ അക്കൗണ്ടിൽ ഏതൊക്കെ എമൗണ്ട് വന്നിട്ടുണ്ടോ അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ഇപ്പോൾ പ്ലസും മൈനസും, ദാറ്റ് മീൻസ് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റിനും ഡിഫറൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം കസ്റ്റമർ 2 അക്കൗണ്ടിൽ 1,74,000 ഡെബിറ്റ് ബാലൻസും ബാലൻസ് എല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് 0 എമൗണ്ട് വരും. ഇതേപോലെ സമ്മിഫിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ട് കിട്ടും. ഇതിലേതൊക്കെയാണ് 0 ബാലൻസ് എന്ന് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖല പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ നമുക്ക് 0.1 0.20 ഒക്കെ കാണാം ചിലതിൽ. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് റൗണ്ട് ഓഫ് കൂടി ചെയ്ത് കൊടുക്കാം. ഈ ഫോർമുല റൗണ്ട് ഓഫ് എന്നൊരു ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സമ്മിഫിന് മുമ്പായിട്ട് റൗണ്ട് ക്ലിക്ക് ചെയ്യാം, റൗണ്ട് ടൈപ്പ് ചെയ്യാം. റൗണ്ട് ടൈപ്പ് ചെയ്ത് കോമ ഓപ്പൺ ചെയ്ത് കോമ ഇട്ട് 2 ടൈപ്പ് ചെയ്യുക, ഡെസിമൽ പ്ലസ് 2 ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ എല്ലാത്തിൻ്റെയും 0 കണ്ടെത്താൻ സാധിക്കും. സോ ഇതിലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 0 ബാലൻസ് ഏതൊക്കെയാണ്, ഓപ്പൺ ബാലൻസ് ഏതൊക്കെയാണ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 0 വെച്ച് ഫിൽട്ടർ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് മീൻസ് നമ്പർ ഫിൽട്ടർ എന്നിട്ട് 0 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇത്രയും കസ്റ്റമറിൻ്റെ എമൗണ്ട് ബാലൻസ് ഇല്ല, നിൽ ബാലൻസ് ആണ്. ബാലൻസ് എല്ലാ കസ്റ്റമറിൻ്റെയും ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 0 വെച്ച് ബാക്കിയെല്ലാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ബാലൻസ് എല്ലാം ഓപ്പൺ ആണ്. സോ ഇതിലൂടെ നമുക്ക് സിമ്പിൾ ടെക്നിക്കുമായിട്ട് റീകൺസിലേഷൻ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ കസ്റ്റമർ അക്കൗണ്ട് എത്രയൊക്കെ എമൗണ്ട് ബാലൻസ് ഉണ്ടെന്ന് കാണാൻ ഈ ഫോർമുല ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ടൈം സേവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടെക്നിക്ക് പഠിക്കാനായിട്ട് മുമ്പ് ഞാൻ എൻ്റെ റീകൺസിലേഷൻ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടാസ്ക് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. ബട്ട് ഇത് ഒരു മിനിറ്റുകൾക്കുള്ളിൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ എത്ര വലിയ ഡാറ്റാസ് ആയാലും ഞാൻ റീകൺസിൽ ചെയ്യാറുണ്ട്. സോ തീർച്ചയായും നിങ്ങൾക്കും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ടെക്നിക്സും ടിപ്സിന് വേണ്ടി മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ നമ്മൾ കോഴ്സ് ചെയ്തിട്ടുണ്ട് എക്സൽ സ്കിൽ കോർണറിൽ. ആ കോഴ്സ് നിങ്ങൾക്ക് ചേരാം. ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കാൻ സാധിക്കും. ഓക്കെ, ബൈ, താങ്ക് യു, സി യു.